ട്രാൻസ് വുമൺ എന്നൊരു ഹാഷ്ടാഗും കൂടെ വരുമ്പോഴത്തേക്കും ഒരു ജോബ് കിട്ടുന്നത് ടഫാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു അമ്മയും മോളും ഒരു കപ്പിളായിട്ട് ഒരു സീൻ. പുള്ളി പറഞ്ഞു ഞാൻ വരാം, പക്ഷെ എൻ്റെ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ കണ്ടീഷൻ? ഞാൻ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യും, പിന്നെ ഇതൊരു ഡിസ്കഷൻ മാത്രമായിരിക്കത്തില്ല. അത് വളരെ റോങ് രീതിയിൽ പോയി. നിവേദ് ആന്റണി ഹണി ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നു. 5000 രൂപക്ക് ഹണി ട്രാപ്പ് ചെയ്യുന്ന ഗതികെട്ട ഒരു ഹണി ട്രാപ്പർ ഈ ഭൂലോകത്ത് ജനിച്ചിട്ടില്ല. ഇതുവരെ ഒരിടത്തും പറയാത്തൊരു കാര്യമാണ്, സെക്കൻഡ് ഡേ ഓഫ് ദ മാരേജ് ഇറ്റ്സെൽഫ് ഇറ്റ് കെയിം ടു ആൻ എൻഡ്. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി എ വുമൺ. പക്ഷേ പുള്ളിക്കാരൻ ഒരു ഗേ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മളുടെ അടുത്ത് ചിരിച്ചോണ്ട് വന്ന് നമ്മുടെ കൈ പിടിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് മേക്സ് യു എ ഹാപ്പി പേഴ്സൺ. Are you dating now? I'm dating someone, yeah. Okay. Finally out Go of on. Hi, ഞാൻ സ്നേഹ and we are on screen with Nivedha Anthony. യെസ്, നമുക്ക് ഒരുപാട് നാളുകളായിട്ട് ഐ ബീൻ ടോക്കിംഗ് ടു ഹർ ലൈക്ക് ഓക്കെ നമുക്ക് കാണണം, നമുക്ക് മീറ്റ് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നൊക്കെ. ഇറ്റ്സ് ഓൺലി ബിക്കോസ് യുനോ നമ്മൾ ഒരുപാട് ആൾക്കാർ കാണാനും കേൾക്കാനും അല്ലെങ്കിൽ അറിയാനും ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് വിച്ച് ലോട്ട് ഓഫ് പീപ്പിൾ ഡസൻറ്റ് നോ. ആൻഡ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്താണെന്ന് കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു എക്സ്പോഷറേ ഇല്ല. സോ അത് അറിയാൻ വേണ്ടിയിട്ടും ആൻഡ് വി ഹാവ് ആൻ ഇൻഫ്ലുവൻസർ വിത്ത് us. എല്ലാവരും കൈയടിച്ച. എനിവേസ് വെൽക്കം നിവി. Thank you. ആൻഡ് നമുക്കിവിടെ നല്ല ഭംഗിയുള്ള ഫുഡൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വി ആർ അറ്റ് ദി പാർക്ക്, ബാംഗ്ലൂരിലാണ് ഉള്ളത്. ആൻഡ് നമ്മൾ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഹൗ ആർ യു? I'm doing fabulous. Okay. And you look so beautiful today. അത് പറയാണ്ടിരിക്കാൻ എല്ലാവരും പറയണേ because we know എല്ലാവട്ടും I don't know when you carry yourself very beautifully. എവിടെ പോകുന്ന സമയത്താണെങ്കിലും ലൈക്ക് എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സിങ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള മേക്കപ്പ് ഉണ്ടായിരിക്കും, ഡിഫറെന്റ് സ്റ്റൈൽസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. ഓ താങ്ക് യു എന്നൊക്കെ. Anyways, you look so fabulous. Appom you tell me about let me start with how do you carry yourself? അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ, ഞാൻ ഇങ്ങനെ പോകണം ഇങ്ങനെ നടക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണോ? So basically what I do is like എന്താ പറയാ ഐ മീൻ ഞാനിപ്പോൾ ഒന്ന് ഷോപ്പിങ്ങിന് പോവാണ്. ആൻഡ് മോസ്റ്റ്ലി പോകുന്ന കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ലൈക്ക് വല്ല ഹ്യൂജ് ഇവന്റ്സ് ആണെങ്കിൽ ഐ ഗോ ടു സാറ. ദാറ്റ്സ് ലൈക്ക് മൈ ഫേവറേറ്റ്. ഐ നോ obviously വേറെ ഒരിടത്ത് കിട്ടിയില്ലെങ്കിൽ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പോയാൽ മാത്രം മതി. ഇല്ലെങ്കിൽ ഐ ഗോ ടു വെസ്റ്റ് സൈഡ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഈവൻ ദോ എനിക്ക് ഒരു പരിപാടി ഇല്ലെങ്കിലും ഞാൻ അഡ്വാൻസ് ആയിട്ട് എടുത്ത് വെച്ചേക്കും. സോ ദിസ് വൺ ഐ ടുക്ക് ലൈക്ക് ലാസ്റ്റ് വീക്ക് ആൻഡ് ഐ വാസ് ടെല്ലിങ് മൈ സിസ്റ്റർ, എൻ്റെ സിസ്റ്റർ ഉണ്ട് സാറ. അപ്പോൾ പുള്ളിക്കാരത്തോട് ഞാൻ പറയാം her name is Sarah. She's a doctor. Okay. Appo I was telling her like maybe next week ഞാൻ എൻ്റെ ഡേറ്റിനെ കാണുമ്പോഴത്തേക്കും I'll wear this that day എന്ന് പറഞ്ഞു. And it's good for a date night or something. And she was like yeah this would be perfect. ഞാൻ എക്സ്ട്രാ കുറേ എടുക്കും. അപ്പോൾ എടുക്കുന്നതൊക്കെ പല ടൈപ്പ് ആയിരിക്കും, ഒരൊറ്റ രീതിയിൽ എടുക്കില്ല. ഒരെണ്ണം പാർട്ടി വെയർ, ഒരെണ്ണം എത്നിക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ലവ് സീയിങ് മീ ഇൻ ഓൾ എത്നിക്സ് ലൈക്ക് കുർത്തി സാരി. പക്ഷേ എപ്പോഴും നമ്മ അത് എടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ മെയിൻലി സാരി എടുത്ത് ബാംഗ്ലൂർ പോവാന്ന് നടക്കില്ല. It is impossible. And also it's like everybody's eyes will be on us. അപ്പോൾ സാരി ഉടുക്കേണ്ട ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാരി എടുത്ത് തന്നെ പോകുന്നത്. പിന്നെ അവിടെ ഹെവി പാർട്ടി വെയർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒന്നാമത് അവിടെ പാർട്ടി പ്ലേസസ് വളരെ കുറവാണ്. 1-2 ഉണ്ടാവും. പുതിയ നല്ല എന്തെങ്കിലും വരും, അതപ്പം തന്നെ പൂട്ടിയും പോവും. അതവിടെ കയ്യിലിരിപ്പ് ഉണ്ടായിരിക്കും. പിന്നെ അത് എനിക്ക് തോന്നുന്നു എന്താ പറയാ, നല്ല രീതിയിൽ വരുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഒരു വിഷജന്തു ഉണ്ടാവില്ല. അങ്ങനെ വല്ല എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരിക്കും. അല്ലാണ്ട് ഇറ്റ്സ് ലൈക്ക് ഐ എം ജസ്റ്റ് ഹാവിങ് എ ബേസിക് ലൈഫ് ഇൻ ബാംഗ്ലൂർ. എൻ്റെ ഇൻഫ്ലുവൻസർ ലൈഫൊക്കെ അവിടെ കൊച്ചിയിലും
ബാംഗ്ലൂരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു നോർമൽ ലൈഫാണ്. ഞാൻ എൻ്റെ പെറ്റ്സ്, എൻ്റെ അപ്പാർട്ട്മെൻറ്റ്, എൻ്റെ കുറേ പ്ലാന്റ്സ് ആൻഡ് ദ റെസ്റ്റ് എല്ലാവരുടെ അടുത്തും ഞാൻ ഫോണിൽ കണക്റ്റഡ് ആണ്. That's my life is. That is your life. അപ്പോൾ ഈ ഇൻഫ്ലുവൻസർ ലൈഫ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഹൗ ഡു യു ഹാൻഡിൽ ബോത്ത്? ഇപ്പോൾ കേരളത്തിൽ പോകുമ്പോൾ എങ്ങനെയാണ് കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? So basically, so I used to be an HR for a medical firm for nearly 2 years, and അവിടെ തന്നെ എനിക്ക് 3 ജോബ് റോൾസ് ഉണ്ടായിരുന്നു. സോ ബേസിക്കലി എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു, ലൈക്ക് എനിക്ക് ഒന്നിനും ടൈം കണ്ടെത്താൻ പറ്റുന്നില്ല. ലൈക്ക് എൻ്റെ ഒരു ലവ് ലൈഫ് ആണെങ്കിലും പേഴ്സണൽ ലൈഫ് വിത്ത് പാരൻസ് ആണെങ്കിലും പാരൻസിനെ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും ഹെക്ടിക് ആയിരുന്നു കാരണം 3 ജോബ് റോൾസ് ഇൻ HR ഇറ്റ്സ് ലൈക്ക് ടു മച്ച്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എന്താ പറയുക, ഐ ലോസ്റ്റ് 4 മൂവീസ് വിച്ച് വെർ ലൈക്ക് വെരി ഗുഡ് മൂവീസ്, and it was very good movies to be honest. and അതും കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് മാത്രമല്ല, ഒരു ഫോട്ടോഷൂട്ടിന് പോലും എനിക്ക് ടൈം മാത്രമല്ല, ഐ ഡോണ്ട് ഹാവ് എനർജി. അപ്പോൾ then I was like, okay, I came into a conclusion that this job is draining me out completely. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും I decided to quit the job. മനസ്സിൽ ഒരു പ്ലാനും ഇല്ലായിരുന്നു. I resigned the job. അത് കഴിഞ്ഞിട്ട് I thought like I'll take a break. കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ പെൻഡിങ് ഉള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ I got a chance in a movie. I mean it's just a guest appearance. അപ്പോൾ ഞാനും എൻ്റെ ട്രാൻസ് മോമും ഉണ്ട്. അപ്പോൾ we both were actually a couple in it. I know. So ഞാനൊരു ട്രാൻസ് മാൻ്റെ ക്യാരക്ടറാണ് എടുത്തത്, ആൻഡ് ഷീ വാസ് ലൈക്ക് മൈ വൈഫ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു അമ്മയും മോളും ഒരു കപ്പിളായിട്ട് ഒരു സീൻ അഭിനയിക്കുന്നത്. And it's very creepy, but then പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും സ്വീറ്റി മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are like best friends. We all know സ്വീറ്റി മമ്മി. ഇവരുടെ അവരുടെ ഒരു ഗാങ് ഉണ്ട്, അത് നമുക്ക് അറിയാം. നിങ്ങൾ എല്ലാവരും കൊച്ചിയിലല്ലേ? അപ്പോൾ സ്വീറ്റി മമ്മി കൊച്ചിയാണ്. സ്വീറ്റി മമ്മിയുടെ മൂത്ത മോളാണ് ഞാൻ. ഇളയ മോള് ഈവ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. കാവ്യ മാധവന്റെ ഫാഷൻ ഡിസൈനറാണ്. സ്വീറ്റി മമ്മി എല്ലാവർക്കും അറിയാം, ജീവൻ ടിവിയിലെ ന്യൂസ് റീഡർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്, ഗോസ് ഓൺ. അപ്പോൾ ഞാനും സ്വീറ്റി മമ്മിയും 18 years of relationship ആണ്. So we met as friends, turned into best friends, then turned into a family, and she's always there for me, always there. So last month ഞാൻ എനിക്ക് പെട്ടെന്ന് ടൈഫോയിഡും ഡെങ്കുവും വന്ന് വീട്ടിൽ തന്നെ ആയിപ്പോയി. ആൻഡ് ഷീ ലിറ്ററലി ഫ്ലൂ ഫ്രം കൊച്ചി ടു ബാംഗ്ലൂർ. ഷീ ടുക്ക് മീ ടു ഹോസ്പിറ്റൽ, and then once I recovered she took me back to Cochin. Appo she's always there. She's like my super woman for sure. Appo endha paraya ee oru mottham contents-um allengil endha paraya mottham job-um how I started handling is like after quitting the job. Appo ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, ഇഫ് ദെയർ ഇസ് സംതിങ് നെഗറ്റീവ് അല്ലെങ്കിൽ ഇഫ് ദെയർ ഇസ് സംതിങ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഫ് ഇറ്റ് ഇസ് ഹോൾഡിങ് യു ബാക്ക്, ട്രൈ ടു ലീവ് ഇറ്റ്. I mean, the job was super good. I mean, മെയിൻലി ഒരു ട്രാൻസ് വുമൺ എന്നൊരു ഹാഷ്ടാഗും കൂടെ വരുമ്പോഴത്തേക്കും ഒരു ജോബ് കിട്ടുന്നത് ടഫാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. കാരണം ഇഫ് ഐ വാണ്ടഡ് എ ജോബ് ഐ ഓൾവേസ് ഗോട്ട് ഇറ്റ്. അത് ബേസിക്കലി ഇതിപ്പോൾ എന്താ പറയുക, പെണ്ണുങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും, ഐ മീൻ എന്താ പറയുക, ഇപ്പോൾ എല്ലായിടത്തും ഒരു ജെൻഡർ ടാഗ് ഉണ്ടല്ലോ, ആണുങ്ങൾക്ക് മാത്രം പറ്റുള്ളൂ എല്ലാം, പിന്നെ പെണ്ണുങ്ങൾക്ക് പിന്നെയും പറ്റാം, ട്രാൻസ് വുമൻസിനാണെങ്കിൽ പറ്റത്തേ ഇല്ല എന്ന് പറയുന്നതും വിചാരിക്കുന്നതായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കൊന്ന് അവരുടെയൊക്കെ മൊത്തം ഒരു ചിന്താഗതി തന്നെ ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ശ്രമിച്ചിട്ടല്ല, എൻ്റെ ലൈഫ് ഒരു എക്സാമ്പിളായിട്ട് അവർക്ക് വേണമെങ്കിൽ എടുക്കാം. കാരണം തീർച്ചയായിട്ടും ആ ഒരു HR ജോബ് ഞാൻ റിസൈൻ ചെയ്തിട്ട് പിന്നെ മോഡലിംഗ് ഫീൽഡിൽ സജീവമായി, മൂവിയിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തു, പിന്നെ ഇൻസ്പെക്ടർ ഋഷി എന്ന് പറയുന്ന ഒരു സീരീസിൽ വോയിസ് ഡബിങ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് മന്ത് ഐ ബിക്കേം എ ബ്രാൻഡ് അംബാസഡർ ഫോർ എ ബൊട്ടീക്ക്. അപ്പോൾ ഇറ്റ്സ് നെയിം ഇസ് പറഹത്തി. ആൻഡ് ദ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ജസ്റ്റ് ബിക്കോസ് ആ ഒരു ജോബ് വിട്ട് കൊണ്ട് മാത്രം മൈ ലൈഫ് ഹാസ് ബീൻ സൂപ്പർ ബെസ്റ്റ്. വെക്കേഷൻസിന് എല്ലാ മന്തും വെക്കേഷന് പോകുന്നു, ആൻഡ് ഇറ്റ്സ് അമേസിങ്. ഇറ്റ് ഫീൽസ് ഗുഡ്. ഐ ഹാവ് ടൈം ഫോർ എവ്രി വൺ. ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഒരു പുതിയൊരു ലൈഫിൻ്റെ ഒരു ചാഞ്ചാട്ടത്തിലാണ്.
വിൽ കം ടു ദാറ്റ്. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഈവൻ എൻ്റെ പെറ്റ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഐ ഹാവ് എ ലോട്ട് ഓഫ് ടൈം. വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺ ഐ എം സിറ്റിംഗ് ഹിയർ. ഐ ഹാവ് ടൈം. വെരി ട്രൂ, വെരി ട്രൂ. എന്തായാലും ഞാൻ നിവിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ വാട്ട് ഷി ടോൾഡ് വാസ് ലൈക്ക്, സ്നേഹ ഞാൻ ട്രാവലിംഗ് ആയിരിക്കും, എന്തായാലും നമുക്കൊരു ദിവസം നോക്കാം, അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. ഫൈനലി വി മെയ്ഡ് ഇറ്റ്. അപ്പോൾ എനിക്ക് ദ വേ യു ഹാൻഡിൽ തിങ്സ്, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയത് കൊണ്ട് മാത്രമായിരിക്കും ഇത്രയും കാര്യങ്ങളും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. യു ഹാവ് യുവർ ഓൺ ടൈം, you have your time for your family, your friends, your pets, everyone, and your love life also. അപ്പോൾ that is a beautiful thing to hear. ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പയർ ആവുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഒരു ഉള്ളിൽ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാഞ്ഞിട്ടും പുറത്ത് വരാൻ പറ്റാഞ്ഞിട്ടും നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. ആൻഡ് ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് യുവർ ലവ് ലൈഫ് എന്ന് എന്തോ ഒരു ചെറുതായിട്ട് എവിടെയോ പറഞ്ഞ പോലെ ഞാൻ കേട്ടു. ആ ഒരു സംഭവം എന്താണ്? Are you dating now? I'm dating someone, yeah. Okay. Finally out Go of on. finally out of Bumble. എനിക്കൊന്ന് I was tired of Bumble. ഇല്ല Bumble മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ I was not, I mean I had premium account too, so that I could see who all are swiping me, and I mean touch wood, it was very good because 30,000 plus swipes. And it was amazing. 30,000. Yes, I have even a screenshot of that. So it was amazing. പക്ഷേ Bumble, I mean, it did good to me. So it was a funny incident. എങ്ങനെ കണക്റ്റഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വെന്റ് ടു ഗോവയിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പോയിരുന്നു. ആൻഡ് അവിടെ ഉള്ള കുറെ ബ്ലഷ് ചെയ്യുന്നുണ്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ലവിന്റെ ഒക്കെ ബിഗിനിങ്ങിലൊക്കെ ഇത് ഉണ്ടാവത്തുള്ളൂ. അപ്പോ സോ ഐ വാസ് ദെയർ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതാകെ ഡ്രിങ്ക്സ് മാത്രമേ ഇതാക്കുള്ളൂ, സിഗരറ്റ് പോലും സ്മോക്ക് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ പോയിട്ട് ആ ഒരു ക്ലബ്ബിൽ പോയിട്ട് പീപ്പിൾ ആർ ട്രൈങ് ലോട്ട് ഓഫ് ഷെറ്റ്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ തന്ന് ഞാൻ ട്രൈ ചെയ്തു. ആൻഡ് ഐ വാസ് ലൈക്ക് ഹാലുസിനേറ്റിംഗ് ടു ദ കോർ. എന്താ പറയുക, അവതാർ ട്രീ വരെ ഞാൻ ഹാലുസിനേറ്റ് ചെയ്തു. സോ ഇറ്റ് വാസ് ക്രീപ്പി. ബട്ട് ദെൻ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഫ്രണ്ട്സൊക്കെ കൂടെ അവിടെ തന്നെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് സ്വൈപ്പിംഗ് ഓൺ ബംബിൾ. ആൻഡ് ദെൻ സംഹൗ ഐ ഗോട്ട് കണക്റ്റഡ് ടു ദിസ് ഗായ്. ഹി ലുക്ക്ഡ് ചാർമിങ്. He looked very normal, down to earth in the pictures. And I started chatting, and chatting went for a long time. And I was like, okay, I'm in this club. And he's like, oh, it's far. I was like, oh, don't tell me. Then he was like, I'm coming. I was like, okay, come. I mean, ഈ chat എത്ര നേരം പോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അന്ന് I was like super high. പക്ഷേ I only know that he drove 1.5 hours and he came in at the club. He met all my friends. Great. And എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരും ഹൈ ആണ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നെ വേറൊരാളോട് സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ അവർക്ക് പേടിയാ എന്തെങ്കിലും അപ്പോൾ they were like, don't get too attached. He drove all the way, so there is something fishy. ഒരാൾ ഇത്രയും ലോങ് വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. I was like, no, he's just a Bumble breed, that's it. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കാറിൻ്റെ പുറകെയാണ് പുള്ളിയുടെ കാർ ഓടിച്ചുകൊണ്ട് ഫോളോ ചെയ്തു വന്നു. ബീച്ചിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് സംസാരിച്ചു. ആൻഡ് വി ചാറ്റഡ് ഫോർ എ ലോങ് ടൈം. എന്നിട്ട് ആ ഒരു നൈറ്റ് മാത്രമേ ഞങ്ങൾ മീറ്റ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലോട്ടും പോയി, പുള്ളി വീട്ടിലോട്ടും പോയി. അത് കഴിഞ്ഞ് വി സ്റ്റാർട്ടഡ് ചാറ്റിംഗ് ആൻഡ് ഡേ ടു ഡേ ചാറ്റിംഗ്, സ്റ്റാർട്ടഡ് കോളിംഗ്. ആൻഡ് ഹീസ് എ ഫോട്ടോഗ്രാഫർ ആൻഡ് ഹീ കീപ്സ് ട്രാവലിംഗ് ഓൾ ദ ടൈം. സോ എനിക്കൊന്ന് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് എനിക്കൊരു ക്രിഞ്ച് ലവ് ഒന്നും എനിക്കിപ്പോൾ പറ്റത്തില്ല. ഐ മീൻ ആസ് ഇൻ എന്താ പറയുക, ഓൾവേസ് ഒരാളുടെ ഒപ്പം തന്നെ ഇങ്ങനെ ഈ വീട്ടിൽ തന്നെ ഇരിക്കുക. ഐ മീൻ ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. എനിക്ക് ആ ഒരു എൻ്റെ സ്പേസ് ഇപ്പോൾ അത്യാവശ്യമാണ്. സോ ദാറ്റ് എനിക്ക് എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്. ഐ മീൻ പുള്ളിക്ക് പുള്ളിയുടെ സ്പേസ് വേണം. പിന്നെ പുള്ളി ഗോവയിലാണ് ആൻഡ് ഹീ ഈസ് നോർത്തി ആൻഡ് it's amazing. He is very a person who understands everything. അപ്പോൾ I don't know, we see a good future. Great. അപ്പോൾ ഐ മീൻ ഏജ് വൈസ് ആണെങ്കിലും ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം. പിന്നെ എന്താ പറയുക, ഒരു നോൺ മലയാളി ആണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഹീസ് എ പ്യുവർ ഹ്യൂമൻ.
ഐ മീൻ എന്താ പറയുക, ഒരു ജെൻഡർ ബേസ്ഡ് ഇതുപോലും എൻ്റെ അടുത്ത് ഇതുവരെ ഒരു ഡൗട്ട് പോലും ചോദിക്കാത്ത ഒരാളാണ്. ആൻഡ് ഹി ഹാവൻറ്റ് എന്താ പറയുക ബീൻ എനി വൺ ഹൂ ജഡ്ജസ് ഓർ എനിത്തിങ്. അതാണ് നമുക്ക് വേണ്ട മെയിൻലി. ഇതിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാനെപ്പോഴും എല്ലാ കാര്യവും A to Z ഞാൻ പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല എന്നൊരു 100% വിശ്വാസം ഉണ്ടെങ്കിൽ ദെൻ ദാറ്റ്സ് അമേസിങ്. അങ്ങനെ കിട്ടുന്ന വളരെ റെയറാണ് ഇന്നത്തെ കാലത്ത്, ടു ബി ഹോണസ്റ്റ്. പക്ഷേ ആ ഒരു സംഭവം നമുക്കൊരു പാർട്ട്ണറിൽ കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് അമേസിങ്. അത് ഒരിക്കലും ഉണ്ടാവാറില്ല, പക്ഷേ അറ്റ് സം പോയിന്റ് അത് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ എവിടെയോ വെഡിങ് ബെൽ പറയാൻ പറ്റില്ല, ഷീസ് ലൈക്ക് വി ആർ ടേക്കിംഗ് ഇറ്റ് ഫോർവേഡ്, അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. എനിവേസ് ലെറ്റ് ഇറ്റ് ബി ഫോർ ദ ബെസ്റ്റ്. എന്തായാലും അടിപൊളിയാവട്ടെ. നിവിയുടെ അടുത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഐ ടോൾഡ് യു ഇറ്റ് ഹാസ് ടു ബി വെരി ഓണസ്റ്റ്. യുനോ നമുക്ക് ഇവിടെ ഒരു ബാരിയേഴ്സ് ഇല്ല, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യമില്ല. സോ ദർ ആർ പീപ്പിൾ, വൺ തിങ് ഐ ഹാവ് നോട്ടീസ്ഡ് ഇൻ യു ഇസ് ദാറ്റ് ഒരുപാട് വട്ടം ആരെങ്കിലും നെഗറ്റീവായിട്ട് ഇൻസ്റ്റഗ്രാം ത്രൂ ആയാലും ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാകുമ്പോൾ യു കം ഔട്ട് വെരി confidently and says that this is not right. What are you എന്താണ് നിങ്ങളൊരു ഇത് ചെയ്യുന്നതെന്നുള്ളത് പറയാറുണ്ട്. So അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് which disturbed you very badly ഇപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? So very recently it happened. അപ്പോൾ so a person ping me on Insta. So എനിക്ക് ഇത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I haven't put my contact number anywhere. Even നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് നമ്പർ ഇടാൻ പറ്റത്തില്ല, കാരണം you will end up getting a lot of calls. Very true. And that too unwanted calls. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കൊളാബറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓരോ ഫേംസ് തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഗൂഗിളിൽ പോകുമ്പോഴത്തേക്കും there are people who have put their numbers, അതായത് എൻ്റെ നമ്പർ എന്നും പറഞ്ഞുകൊണ്ട് വേറെ നമ്പർ ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ ദേ വിൽ എൻഡ് അപ്പ് കോൺടാക്ടിങ് റോങ് പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമെയിൽ അയച്ചാലും മതി എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ മെസ്സേജ് അയച്ചു, എനിക്ക് കാണണം, മാമിനെ ഒന്ന് കാണണം, ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഞാൻ പറയും ഐ ഡോണ്ട് മീറ്റ് ഫോർ ഫ്രീ. ഐ മീൻ പെർ അവർ ഡിസ്കഷൻ ആണെങ്കിലും മൂവി ആണെങ്കിലും എന്ത് ഡിസ്കഷൻ ആണെങ്കിലും ഐ ചാർജ് 5,000. കാരണം ഇതിപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്ത് പോയിട്ട് അത് ഡിസ്കഷന് പകരം ചുമ്മാ സംസാരിച്ച് വെറുതെ എൻ്റെ ടൈം കളയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ മാം ഇത് ചാർജസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ഓക്കെ ഇത് എന്ത് ഡിസ്കഷൻ ആണെന്ന് ആദ്യം പറയണം. ഇല്ല മാം ഒരു വർക്ക് റിലേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന ടൈം മുതൽ ഇന്ന ടൈം ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഐ ഗെസ് ഐ സെഡ് ലൈക്ക് 6 to 8 or something. So I was there and he did not come. അപ്പോൾ I was like, is it cancelled? പുറത്ത് എവിടെയെങ്കിലാണോ പ്ലാൻ ചെയ്തത്? ഇല്ല, വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പ്ലാൻ. In my apartment itself. I mean, I had my friends too. എൻ്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ട് ഓൾറെഡി. സോ I mean നമുക്കൊരു സ്ട്രേഞ്ചറിനെ മീറ്റ് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല, ഫ്രണ്ട്സ് അതെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഞാൻ വരാം, പക്ഷേ എൻ്റെ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ വെച്ചാൽ എന്താ കണ്ടീഷൻ? ഞാൻ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യും, പിന്നെ ഇതൊരു ഡിസ്കഷൻ മാത്രമായിരിക്കത്തില്ല. അത് വളരെ റോങ് രീതിയിൽ പോയി. ഞാനപ്പോൾ കുറച്ചും കൂടെ ഹാഷായി. പുള്ളി എന്നെ വിളിക്കാൻ പറ്റുന്ന എല്ലാ തെറിയും വിളിച്ചിട്ട് അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. ആൻഡ് ഐ വാസ് ലൈക്ക് ദിസ് ഇസ് നോട്ട് കൂൾ. ഐ മീൻ എൻ്റെ അതൊരു വീക്കെൻഡ് ആണെന്നോ ആലോചിക്കണം. ഇറ്റ് വാസ് എ സാറ്റർഡേ ബാംഗ്ലൂർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്ററലി ഒരു തെണ്ടി വന്നിട്ട് അവന് വേണ്ടിയിട്ട് ടൈമും മാറ്റി വെച്ച് ഏറ്റവും അവസാനം അവൻ്റെ തെറിയും കൂടെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീക്കെൻഡ് പോട്ടെ, നമ്മുടെ ആ ഒരു മൂഡേ പോകും, പിന്നെ ഒന്നിനും തോന്നത്തില്ല. അതും ഇതൊക്കെ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ കേൾക്കുവാണ്. അപ്പോൾ ഞാൻ ആ ചെക്കന് മെസ്സേജ് അയച്ചു, എനിക്ക് ഈ പേയ്മെൻറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കോൾ റെക്കോർഡിങ് എല്ലാം ഉൾപ്പെടെ ഇൻസ്റ്റയിൽ ഇടുമെന്ന് പറഞ്ഞു. അപ്പം നീ എന്ത് വേണമെങ്കിലും ചെയ്യടി എന്ന് പറഞ്ഞിട്ട് പിന്നെയും തെറി പറഞ്ഞു. ഞാൻ ഓക്കെ, ഞാൻ അങ്ങോട്ട് ഈ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ ഇൻസ്റ്റയിലിട്ടു ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കരഞ്ഞ് നിലവിളിച്ചിട്ട് കുറേ അതൊന്ന് റിമൂവ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ താങ്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ടൈം മാറ്റി വെച്ചു, ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ പറഞ്ഞ ഈ ഒരു മാറ്റി വെച്ച ടൈമിൻ്റെ പേയ്മെൻറ്റ് മാത്രമാണ് ഞാൻ ചോദിച്ചത്, അത് തന്നു കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് അപ്പോഴത്തേക്കും കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ എല്ലാ ദിവസവും ഇത് തന്നെ കരഞ്ഞ് വിളിച്ച് വിളിയാണ്. ഞാൻ പറഞ്ഞ പേയ്മെൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാം.
അത് ചെയ്യത്തില്ല. You put a post. Yeah, I put a post on Instagram. With the profile എല്ലാം കാണിച്ചു. സ്ക്രീൻഷോട്ട്, അതായത് ചാറ്റിങ്ങിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ടും പ്രൊഫൈലും കാണിച്ചുകൊണ്ട് തന്നെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ട്രാൻസ് വുമണിനെ കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിക്കാരിയെ വെച്ചിട്ട് ഒരു വീഡിയോ എഡിറ്ററിനെയും വെച്ച് ഫോട്ടോഗ്രാഫറിനെയും വെച്ചിട്ട് ഒരു റീൽ അങ്ങോട്ട് ഉണ്ടാക്കി. എന്നിട്ട് മെയിൻ ക്യാപ്ഷൻ നിവേദ ആൻ്റണി എന്ന് പറഞ്ഞിട്ടിട്ട് നിവേദ ആൻ്റണി ഹണി ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നു എന്ന്. അപ്പോൾ കേക്ക് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ സെയിം ചാറ്റ് തന്നെ കാണിച്ചിട്ടാണ് ഇതാക്കിയേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു പേജൻറ്റിലുണ്ട്. സോ ദുബയ കിങ് ആൻഡ് ക്വീൻ 2024 പേജൻറ്റാണ്. അപ്പോൾ അവരും എൻ്റെ അടുത്ത് പറഞ്ഞു നിവി റിയാക്ട് ചെയ്യണ്ട, കാരണം ഇത് നിവിയെ ശരിക്കും പബ്ലിക്കലി ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഒരു ട്രാൻസ് വുമണിനെതിരെ വേറൊരു ട്രാൻസ് വുമൺ വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഹൈപ്പിൽ പോകും. അതാണ് അവർ ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ റീല് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എഡിറ്ററിനൊക്കെ വെച്ച്, അതായത് ഈ എന്താ പറയുക ന്യൂസ് ചാനലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് നിങ്ങളിത് അറിയൂ എന്നൊക്കെ പറഞ്ഞു തരും. അതുപോലെ തന്നെ നിവേദ ആൻ്റണി ഹണി ട്രാപ്പ് ചെയ്യാൻ നോക്കി. ഞാൻ 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്ററിന് ഈ റീല് വേറൊരു ട്രാൻസ് വുമൺ അയച്ചു കൊടുത്തേക്കുന്നു. അവരെ ഞാൻ ബഹുമാനത്തോടെ കൂടെയൊക്കെ തന്നെയാണ് ഇതുവരെ സംസാരിച്ചേക്കുന്നത്. പക്ഷെ അവരിത് ചെയ്ത് ഈ ഒരു റീല് ഒരു ഫാമിലി മെമ്പറിന് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം. അതോടെ അവരോടുള്ള ബഹുമാനം എനിക്ക് പോയി. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു വാട്ട്, ഇത് എന്താ ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയാം, നീ ഒരു കാര്യം റിയാക്ട് തന്നെ ചെയ്തോ, പക്ഷേ ആളുടെ പേരും പറയണ്ട, ആ ട്രാൻസ്വുമൻ്റെ പേരും പറയണ്ട, കാരണം അവർക്ക് അപ്പോൾ കുറച്ചും കൂടെ ഹൈപ്പ് കിട്ടും, ആ റീല് കുറച്ചും കൂടെ വൈറലാകും. പകരം എന്താ നടന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്നാണ് ഞാൻ ആദ്യം തന്നെ ആ റീലിൽ പറഞ്ഞത്. ഞാൻ അതിൽ എൻ്റെ പേയ്മെൻറ്റ് വെറും 5000 രൂപയാണ് ഞാൻ ചോദിച്ചത്. 5000 രൂപക്ക് ഹണി ട്രാപ്പ് ചെയ്യുന്ന ഗതികെട്ട ഒരു ഹണി ട്രാപ്പർ ഈ ഭൂലോകത്ത് ജനിച്ചിട്ടില്ല. പിന്നെയും കാശിന് അത്ര അത്യാവശ്യമുള്ളവരെ ഹണി ട്രാപ്പ് ചെയ്യത്തുള്ളൂ. ടു ബി ഹോണസ്റ്റ്, എനിക്ക് എന്താ പറയുക, അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഈ നാട്ടിൽ ഷുഗർ ഡാഡീസ് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ആൻഡ് ടു ബി ഹോണസ്റ്റ്, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഷുഗർ ഡാഡീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങാനും വല്ല അത്രയും ഗതികെട്ട അവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ എനിക്ക് അവരുടെ അടുത്ത് ഒന്നും ചെയ്യേണ്ട, അവരുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ എനിക്കുള്ളൂ. അവർ ദേ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ്. പക്ഷേ എനിക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഐ ഹാവ് എ ലോട്ട് ഓഫ് മണി ഇൻ മൈ ഹാൻഡ്. അപ്പോൾ ഒരാളെ 5000 രൂപ കൊടുത്ത് ഇതാക്കേണ്ട ഗതികേടൊന്നും ഇല്ല. ആരും ഇന്നത്തെ കാലത്ത് അത് ചെയ്യത്തുമില്ല. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു റീലിട്ടു ആൻഡ് പീപ്പിൾ അണ്ടർസ്റ്റുഡ്. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ടു. അപ്പോൾ അതവിടെ തീർന്നു. ബേസിക്കലി ഇതാണ് പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യണം, ചില കാര്യം ഇഗ്നോർ ചെയ്യാം. പക്ഷെ ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ടപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. മോർ പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ് ആൻഡ് ദേ നീഡഡ് ആൻ എക്സ്പ്ലനേഷൻ ഫ്രം മൈ എൻഡ്. അത് എക്സ്പ്ലനേഷൻ കിട്ടണം എന്നൊന്നുമില്ല, പക്ഷേ എങ്കിലും ചിലവർക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, നിവിയുടെ സൈഡിൽ നിന്നുള്ള പ്രതികരണം എന്താണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു ആൻഡ് ഇറ്റ് വെന്റ് വെൽ. വെരി നൈസ്. കാരണം ഇത്രയും ബോൾഡായിട്ട് എല്ലാവർക്കും നിവി, ഓണസ്റ്റ്ലി ഐ എം ടെല്ലിങ് യു, എല്ലാവർക്കും പറ്റില്ല. കാരണം ചില ആൾക്കാർ ഇങ്ങനെ ഒരു സംഭവം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ മെന്റലി ദിൽ ബി ഡൗൺ. ട്രൂ. അപ്പോൾ അതിൽ നിന്നും ഓവർകം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻ അമേസിങ് തിങ്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒന്നൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ടല്ലേ. ആൻഡ് ഐ തിങ്ക് അബൌട്ട് ദ മൂവീസ് യു ടോൾഡ്, അപ്പോൾ മൂവീസിലോട്ടുള്ള ഒരു ഇതെന്താണ്? ഹാവ് യു ബീൻ ഓൾവേസ് വാണ്ടിങ് ടു ബി ഇൻ മൂവീസ് അല്ലെങ്കിൽ മോഡലിംഗ് അങ്ങനത്തെ സംഭവങ്ങളിലോട്ട്? So childhood mudala I always wanted to be a model. Okay. So there were few like professions I always wanted. Okay. Movie was not in the list. Okay. എനിക്കൊന്ന് മോഡലിംഗ്, ദെൻ എയർ ഹോസ്റ്റിംഗ്, ഫാഷൻ ഡിസൈനർ, those were the 3 things I wanted. I think എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഞാൻ ആഗ്രഹിച്ച എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരുന്ന ഒരു രീതിയാണ്. എയർ ഹോസ്റ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ സ്റ്റിൽ മൈ ലൈഫ് ഇസ് ലൈക്ക് വെരി കളർഫുൾ, ബ്യൂട്ടിഫുൾ. മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലവർ പറയും നിങ്ങൾ സെലിബ്രിറ്റി അല്ലേ, അവർ സെലിബ്രിറ്റി ആണല്ലോ. ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യും. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. കാരണം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ ഇങ്ങനെയും പറയും, നിങ്ങൾ സെലിബ്രിറ്റി അല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കാം. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല സെലിബ്രിറ്റി ഒരു സ്ഥലത്ത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ആ ഒരു ടേമിന് വരും ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ പബ്ലിക്കിൽ പോകുമ്പോൾ
നമ്മളുടെ അടുത്ത് ചിരിച്ചോണ്ട് വന്ന് നമ്മുടെ കൈ പിടിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ That is the best. ദാറ്റ് ഈസ് വാട്ട് മേക്സ് യു എ ഹാപ്പി പേഴ്സൺ. Very ആ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറയുന്നത് ആ ഒരു ടേമിലും എനിക്ക് ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല. പക്ഷേ ഇതുപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ മെയിൻലി എൻ്റെ പാരൻസിൻ്റെ ഒപ്പം വരെ പോകുമ്പോഴത്തേക്കും ഓടി വന്ന് എന്നെ ഹഗ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ട്. പാരൻസിനെ വരെ ഹഗ് ചെയ്ത് ഒരുപാട് കമൻസ് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ തന്നെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഐ മീൻ ദാറ്റ്സ് മേക്സ് യു ദ ബെസ്റ്റ് പേഴ്സൺ ഐ ഗെസ്. വെരി ട്രൂ. നമുക്കിപ്പോ ഒരുപാട് ആൾക്കാരുടെ സ്നേഹത്തിനേക്കാളും 1-2 ആൾക്കാർ സ്നേഹിച്ചാൽ മതി എന്നുള്ളൊരു സംഭവം അല്ലേ. എനിവേസ് നമ്മൾ ഒരുപാട് നേരമായിട്ട് ഐ തിങ്ക് വി ഹാവ് ടു അല്ലേ, ഇവിടെ ബാക്കിൽ നിന്ന് ആൾക്കാർ ഒരുപാട് ഇങ്ങനെ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് വിൽ ഹാവ് ടു ഈറ്റ്. നമുക്ക് വേണ്ടി അവർ ഇത്രയും പ്രിപ്പയർ ചെയ്തതാണ്. വാട്ട് ഡു യു വാണ്ട് ടു ട്രൈ ഫസ്റ്റ്? ബട്ട് സാഡ്ലി ഞാൻ മട്ടൻ ബിരിയാണി കഴിച്ചിട്ടാണ് വന്നേക്കുന്നത്. എന്നിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് സ്നേഹ എനിക്ക് വയറ് കുറവാണ് കുറച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഐ തിങ്ക് വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. ബട്ട് ദ നെയിംസ് ആൻഡ് ഓൾ we're not good at it. We don't have to know the names. Taste ഉണ്ടോ ഇല്ലയോ അത് മാത്രം. Yeah. Is this a sushi or something? We'll try. It's different. I don't know what was inside, but it tastes yummy. It's good. It's good. Also, I wanted to ask you, are you a foodie? Hardcore. Okay. Very foodie. Which kind of food? ഏതൊക്കെയാണ് പ്രിഫർ ചെയ്യാം? ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തിരിച്ചു കടിക്കാത്ത എന്തിനും ഞാൻ തിന്നും. ഇപ്പൊ ഒരുപാട് ആൾക്കാർ അത് കഴിക്കും ഇത് കഴിക്കും കാറ്റഗറീസ് ഉണ്ടായിരിക്കും. എവിടെ പോയാലും ഇപ്പൊ എന്നെ എവിടെ കൊണ്ടിട്ടാലും എനിക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ ചോറും മീൻകറിയും തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. അങ്ങനെ ഒരു സംഭവം. അപ്പോ ഡു യു ഹാവ് എവിടെ കൊണ്ടിട്ടാലും അങ്ങനെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ഇത്? ബിരിയാണി. You eat biryani? എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടായാലും എനിക്ക് ഇറ്റ്സ് ഫൈൻ. എനിക്ക് ഇടക്കിടക്ക് ബിരിയാണി വാങ്ങിച്ചു തരൂ പ്ലീസ്. ഐ തിങ്ക് നമ്മുടെ മറ്റേ കിലുക്കത്തില് ചിക്കൻ വേണമെന്ന് പറയുന്ന ആ ഒരു സംഭവം പോലത്തെ ഒരു അവസ്ഥയായിരിക്കും അല്ലേ. പിന്നെ അത് മാത്രമല്ല പ്യോർ നോൺ വെജ്. പ്യോർ വെജ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ പ്യോർ നോൺ വെജ് ഇവിടെ ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് പറയാറുണ്ട് ഐ എം എ പ്യോർ നോൺ വെജ്. ഓക്കെ. ഐ മീൻ വെജും എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്ന ആകെ വളരെ കുറച്ചേ ഉള്ളൂ. ലൈക്ക് പാലക് പനീർ, പാലക് റൈസ്, അതൊക്കെ പനീർ വെച്ചിട്ടുള്ള കുറച്ച്. അല്ലാണ്ട് ഐ എം നോട്ട് അങ്ങനെ എനിക്ക് അതങ്ങനെ പ്രിഫർ ഇങ്ങനെ കാറ്റഗറി ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് ഡ്രം സ്റ്റിക്കും ചിക്കൻ തിക്കയും അതും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ I'll be like happy. അതിന്റെ ഒരു ഗ്ലാസ് വൈനോ വിസ്കി ഉണ്ടെങ്കിൽ സെറ്റ്. Anyways, we'll try something else also. I think what is this? Okay, we don't have to know the names, I guess. I'll take a bite. Yeah, we'll have a cheers. Oh yes. Cheers. It tastes yummy. I mean, the taste different, no? I mean, I don't think it's non-veg, but it tastes like non-veg. Yeah. Last lo irumbo, it's coming like that. It's good. നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചാൽ ഫുഡിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. ബിക്കോസ് I cannot stop. എൻഡ് ചെയ്യാൻ പറ്റാത്ത ഒറ്റൊരു ടോപ്പിക് ഉള്ള ഫുഡ്. I wanted to ask you also about, there was a phase. ഈ ഒരു you were married before. അത് വലിയൊരു ന്യൂസ് ആയിട്ട് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. സോ അതിൽ നിന്നും ഒരുപാട് ഡിഫറെന്റ് ഫേസസിലോട്ട് now you're sitting in front of me in a very different face. True. അപ്പോൾ ഈ ഒരു വലിയൊരു ആ ഒരു ചാനലിങ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു ഇപ്പം നിവിക്ക് പറയാനുള്ളത്? I guess സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയാം. കാരണം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നുണ്ട് എന്ന് വരെ കണ്ടു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാത്ത ഒരാളാണ് ഞാൻ. ഐ ടേക്ക് സീറോ ടെൻഷൻ. കാരണം എല്ലാം വളരെ കൂളായിട്ട് ലിവ് ഇൻ ദ മൊമെൻറ്റ് ലെവലിലാണ് ഞാൻ അയക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിട്ട് ഇന്നലെ ഞാൻ രാത്രി പാർട്ടിക്ക് പോയി 12 മണി വരെ കിടന്നു തുടങ്ങി വിളിച്ചപ്പോഴാണ് എഴുന്നേക്കുന്നത്. ഐ മീൻ കെയർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ റൈറ്റ് വേർഡ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ ലിവ് ഇൻ ദ മൊമെൻറ്റ് ആൻഡ് ഐ എം എ ഹാപ്പി പേഴ്സൺ. I try to stay positive and happy and I make other people happy. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹാപ്പി ആക്കും ഇൻ എ ഗുഡ് വേ. അപ്പോൾ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ഓൺ റൈറ്റ് നൗ. യാ ഗ്രേറ്റ് അമേസിങ്.
അപ്പം ഈ ഒരു ഫേസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ആഫ്റ്റർ യു ബ്രേക്ക് യുവർ മാരേജ്, അത് കഴിഞ്ഞതിന് ശേഷം യു ഹാവ് ബീൻ ഇൻ ടു യു ടോൾഡ് ലൈക്ക് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രോബ്ലംസിലൂടെ പോയിട്ടുണ്ട്. കെൻ യു ഷെയർ സം ഓഫ് ദോസ്? സോ ഇതുവരെ ഒരിടത്തും പറയാത്തൊരു കാര്യമാണ്. സോ ലൈക്ക് മാരേജ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ 5 years ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. അത് ഒരു മാരേജിനോട് പോയി. എന്നിട്ട് ഇതുവരെ ഒരിടത്തും പറയാത്തൊരു കാര്യമാണ്, സെക്കൻഡ് ഡേ ഓഫ് ദ മാരേജ് ഇറ്റ് സെൽഫ് ഇറ്റ് കെയിം ടു ആൻ എൻഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഫൗണ്ട് ഔട്ട് ദാറ്റ് എന്താ പറയുക, രണ്ടുപേർക്ക് ഒട്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് സെക്കൻഡ് ഡേ ഇറ്റ് സെൽഫ്. അത് പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അത് അതിനെക്കുറിച്ച് അറിഞ്ഞു. അപ്പം രണ്ടുപേരും കൂടെ എടുത്തൊരു ഡിസിഷനാണ്. അന്ന് എൻ്റെ ചെയ്യണമെന്നില്ലായിരുന്നു, കുറച്ച് മാസം എടുത്ത് നോക്കിയിട്ട് മതി എന്നാണ് ഞാൻ തീരുമാനിച്ചു വെച്ചത്. പക്ഷേ ഒരു ഓഗസ്റ്റ് ഒരു ഓണമൊക്കെ ആയപ്പോഴത്തേക്കും ഐ കോൾഡ് ഇറ്റ് ഓഫ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഡേ കഴിഞ്ഞിട്ട് പിന്നെ കോൺടാക്റ്റ് ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഇടയ്ക്ക് ലൈവിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു, ആൾക്കാരോടൊക്കെ സംസാരിച്ച് പോകുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു. കാരണം രണ്ടുപേർക്ക് ഒത്തു പോകാൻ പറ്റാത്ത ലൈഫ് സ്റ്റൈലാണ് രണ്ടുപേരുടെ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടും നല്ല. കാരണം ഒരിക്കലും നമ്മൾ ഒരു ജീവിത പങ്കാളിയുടെ ഒപ്പം ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കരുത്. അതാണ് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഒപ്പം ഒരുമിച്ച് ജീവിക്കുന്ന മാത്രമല്ല, ആ ഒരു വ്യക്തിയുടെ ഒപ്പം കിടന്നുറങ്ങുന്നു, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഒരു വേസ്റ്റ് ഫേസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അതായത് ഈ നോളയൊക്കെ ഒലിപ്പിച്ച് ഈ വായം തുറന്ന് കിടന്നിരിക്കുന്ന. അപ്പോൾ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് നമ്മളായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു വെഡ്ഡിങ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് പേർക്ക് ഒരു ഹാപ്പി ന്യൂസ് എന്നുള്ള രീതിയിൽ പോയൊരു കാര്യമാണ്. പക്ഷേ ആ ഡിവേഴ്സ് ഞാൻ കോൾ ഓഫ് ചെയ്ത്, വെഡ്ഡിങ് ഞാൻ കോൾ ഓഫ് ചെയ്ത്, ഡിവേഴ്സ് അനൗൺസ് ചെയ്തപ്പോഴും അത് ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമായി അറ്റ് സം പോയിന്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഐ വിൽ ടെൽ യു, ഇത്രയും വലിയൊരു കല്യാണം അത് കോൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്രയും കറേജ് വേണം, അത്രയും ഗട്ട്സ് വേണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേര് സപ്പോർട്ട് ചെയ്തൊരു വെഡ്ഡിങ് ഫാമിലി ഇറ്റ് സെൽഫ് അറ്റ് സം പോയിന്റ് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈവൻ പാരൻസും പറഞ്ഞത് അതിൽ കണ്ടിന്യൂ കോൾ ഓഫ് ചെയ്യല്ലേ എന്നാണ് പറഞ്ഞത്. പക്ഷേ രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. ഇപ്പോൾ പുള്ളിക്കാരനെ ഹാപ്പിയാണ്, ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എന്നും ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി എ വുമൻ. പക്ഷേ പുള്ളിക്കാരൻ ഒരു ഗേ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക. അപ്പോൾ ഒന്നെങ്കിൽ എൻ്റെ പാർട്ട്ണർ ആയിക്കോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തോ എന്നാണ് പറഞ്ഞു വെച്ചേ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽ ബി ബ്ലൈൻഡ് ഇൻ ലവ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയും ആ ഒരു പ്രേമ കാലഘട്ടമായിരുന്നു എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ച് ഒരു ഗേ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തതാണ്. പിന്നെ അത് ഓവർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നിനും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യേണ്ട എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. പിന്നെ താങ്ക്സ് ടു ഗോഡ് എനിക്ക് നല്ലൊരു പാരൻസാണുള്ളത്. എന്തിനും എൻ്റെ ത്രൂ ഔട്ട് ലൈഫ് എൻ്റെ എല്ലാ ഡിസിഷനും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഡേറ്റിംഗ് ലൈഫ് തന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ബോത്ത് മൈ മദേഴ്സ്, ഇപ്പോൾ സ്വീറ്റി മമ്മി ആണെങ്കിലും എൻ്റെ മമ്മി ആണെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം എടുക്കുക, എടുത്ത് ചാടരുത്, പ്രേമിക്കാനും നിൽക്കരുത്, നിങ്ങൾ ഒരുമിച്ച് ഡേറ്റിംഗ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക. കുറേ നാൾ കഴിഞ്ഞിട്ട് മിനിമം 1 കൊല്ലം കഴിഞ്ഞിട്ട് മാത്രം ലവ് ലൈഫിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചാൽ മതി. ആൻഡ് ഐ വാസ് ലൈക്ക് കാരണം അവർ ത്രൂ ഔട്ട് ഇപ്പോൾ സ്വീറ്റി മമ്മി ആണെങ്കിലും ഇപ്പോൾ സാധാരണ കമ്മ്യൂണിറ്റിയിലുള്ള പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് നല്ല ക്ലോസ് ആയിട്ടുള്ള അമ്മയും മക്കളും ഉണ്ട്. പക്ഷെ സ്വീറ്റി മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരി എന്നെ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു ചെറിയൊരു കാര്യം ഒന്ന് വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ എത്തുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ എന്താ പറയുക, ഐ ലവ് യു അ ലോട്ട് സ്വീറ്റി മോം ആൻഡ് മൈ ഓൺ മോം ടു. എൻ്റെ 2 മമ്മിമാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഭാവിയിൽ ഒരു ഹസ്ബൻഡ് എത്രയെങ്കിലും പൊസസീവ് ആവോ അതേപോലെ തന്നെയാണ് 2 അമ്മമാരും പൊസസീവാണ്, 2 പേരും പൊസസീവാണ്. എന്താ പറയുക, ഞാൻ ഇപ്പോൾ മെയിൻലി സ്വീറ്റ് മമ്മി ആണെങ്കിലും
ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ രണ്ടുപേരുടെ അടുത്ത് ഒരേപോലെ താമസിക്കും. 2 ദിവസമാണെങ്കിൽ ഒരു ദിവസം അവിടെ, ഒരു ദിവസം ഇവിടെ നിൽക്കും ഞാൻ. ഇല്ലാണ്ട് ഞാൻ പോരത്തില്ല. അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇമോഷണൽ ഡ്രാമൽ അത്യാചാറായി പോകും. അപ്പം അങ്ങനെ ഐ ആം ഹാവിങ് എ ഹാപ്പി ലൈഫ്. സോ അപ്പോൾ എനിക്കൊന്ന് എൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് ആണെങ്കിലും അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഓവർ ആയപ്പോഴാണ് ദ ഗേറ്റ് ഫൈനലി ഓപ്പൺ. ഗേറ്റ് ഓപ്പൺ, ഇറ്റ് വാസ് ഓൾവേസ് ഓപ്പൺ. ഞാൻ ആ ഒരു പാത്ത് ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഐ മീൻ എൻ്റെ മെയിൻ ഒരു വഴി എന്ന് പറയുന്നത് തന്നെ എനിക്ക് എന്താ പറയുക, ഒരു ട്രാൻസ്വുമൺ ആവണം എന്ന് തന്നെ ആയിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്തും ചോദിച്ചു, നീ ഒരു ഗേ ആയിരുന്നില്ലേ, അപ്പോൾ എന്തുകൊണ്ട് ഈ ട്രാൻസ്വുമൺ ആവുന്നു? അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗേ ആയിട്ടുള്ളൊരു വ്യക്തി എന്തിന് ഗേ ആവുന്നു എന്ന് ആദ്യം ചോദിക്കും. നീ ഒരു സ്ട്രെയിറ്റ് ആയിരുന്നില്ലേ, അല്ലെങ്കിൽ ഹെട്രോസെക്ഷൽ ആയിരുന്നില്ലേ, എന്തിന് ഗേ ആവുന്നു? എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ട്രാൻസ്വുമൺ ആവണമെന്നായിരുന്നു. പക്ഷേ എൻ്റെ പാർട്ട്ണർ ഗേ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതിൽ തന്നെ സ്റ്റക്കായി നിൽക്കേണ്ടി വന്നു. അതിപ്പോൾ ആരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ പാരൻസിൻ്റെ അടുത്ത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അവരാണ് എന്നെ വളർത്തി വലുതാക്കി ഈ ഒരു ലെവലിൽ എത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്ത എക്സ്പ്ലനേഷനിൽ അവർ വളരെ ഹാപ്പിയാണ്. അവർ എൻ്റെ എല്ലാ ഡിസിഷനും റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇന്ന് വരെ എൻ്റെ എല്ലാത്തിലും ഒരു സപ്പോർട്ട് സിസ്റ്റമായിരുന്നു അവർ. അപ്പോൾ എന്താ പറയുക, ഫൈനലി ഐ ആം എ ട്രാൻസ്വുമൻ. ഐ ആം എൻജോയിങ് മൈ ലൈഫ്. വളരെ ഹാപ്പിയാണ് ഞാൻ. എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാലും അത് മറക്കാനോ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനോ നോക്കും. പറ്റുന്നില്ലെങ്കിൽ അത് അങ്ങോട്ട് വിട്ട് കളയും. അതാണ് ഒരുപാട് ആൾക്കാർക്ക് പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വിട്ട് കളയാന്ന് പറഞ്ഞ കാര്യം. ലെറ്റ് ഇറ്റ് ഗോ, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എന്നുള്ളൊരു സംഭവം. അതിപ്പോ ഞാൻ പറയാമല്ലോ, അത് ഒരു പാർട്ട്ണർ എന്നുള്ള മാത്രമല്ല. എല്ലാവരും എൻ്റെ അടുത്ത് പറയും, ഇത് നിവി ബമ്പിളിലൊക്കെ ഉണ്ട്, ഒരുപാട് ഡേറ്റ് ചെയ്ത് നടക്കുന്ന. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഡേറ്റിംഗ് ലൈഫ് വളരെ 0 ലെവലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ട്രാവലിംഗാണ്. എല്ലാ വീക്കും നാട്ടിൽ പോയി തിരിച്ച് ബാംഗ്ലൂർ വരും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്തിനാ ബാംഗ്ലൂർ താമസിക്കുന്നത്? ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു വികാരമാണ്. ഐ മീൻ, ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു വെതറിൽ ഇത്രയും പ്രൈവസി നമുക്ക് കിട്ടുന്നു, ആരും നമ്മളെ ജഡ്ജ് ചെയ്യുന്നില്ല ഒരു കാര്യത്തിലും. അതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർ നിൽക്കുന്നത്. ബാംഗ്ലൂർ ആണ് എൻ്റെ ഇപ്പോഴത്തെ വീട്. വർഷങ്ങളായിട്ട് 2018 മുതൽ. അപ്പോൾ എത്ര ട്രാവൽ ചെയ്താലും ഞാൻ തിരിച്ച് ബാംഗ്ലൂർ ഒരു ദിവസത്തേക്കാണെങ്കിൽ ഞാൻ വന്ന് താമസിക്കും. അതൊരു സമാധാനമാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ ഡേറ്റിംഗ് ലൈഫ് വളരെ 0 ആയിരുന്നു. പക്ഷേ ഈ ഒരു ഗോവ ഇൻസിഡൻറ്റ് കാരണം ഒരു ഡേറ്റിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ രണ്ടുപേരും, ടു ബി ഹോണസ്റ്റ്. അപ്പോൾ യാ.